ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. അനിൽ അംബാനിക്കൊപ്പം ചേർന്ന് ബിസിനസ് ജെറ്റ് നിർമ്മാണത്തിലേക്ക് ഇന്ത്യയും. ആദ്യം മെയ്ഡ് ഇൻ ഇന്ത്യ ഫാൽക്കൺ 2000 ബിസിനസ് ജെറ്റ് വിമാനം 2028ഓടെ വിപണിയിലെത്തും. അനിൽ അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഫ്രയുടെ ഉപകമ്പനിയായ റിലയൻസ് എയ്റോസ്ട്രക്ചർ ലിമിറ്റഡും ഡാസോ ഏവിയേഷനും ചേർന്നാണ് ബിസിനസ് ജെറ്റുകൾ നിർമ്മിക്കുകയെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച കത്തിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ വ്യക്തമാക്കി. ഫ്രാൻസിൽ നടക്കുന്ന പാരീസ് എയർ ഷോയിലാണ് ഇരു കമ്പനികളും ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. ഡാസോ ആദ്യമായാണ് ഫ്രാൻസിന് വെളിയിൽ ഫാൽക്കൺ 2000 ബിസിനസ് ജെറ്റ് വിമാനങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ലോകവിപണിയിലേക്കായി ബിസിനസ് ജെറ്റ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നായി മാറുകയാണ് ഇതുവഴി ഇന്ത്യ. നിലവിൽ US, ബ്രസീൽ, ഫ്രാൻസ്, കാനഡ എന്നിവ മാത്രമാണ് ഈ പട്ടികയിലുള്ളത്. റിലയൻസും ഡാസോയും ചേർന്ന മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ഡാസോ റിലയൻസ് എയ്റോസ്പേസ് ലിമിറ്റഡിൽ ജെറ്റ് നിർമ്മാണ സൗകര്യമൊരുക്കും. ഇവിടെ നിന്ന് ആദ്യം മെയ്ഡ് ഇൻ ഇന്ത്യ ഫാൽക്കൺ 2000 ബിസിനസ് ജെറ്റ് വിമാനം 2028ഓടെ വിപണിയിലെത്തിക്കുമെന്ന് റിലയൻസ് ഇൻഫ്ര വ്യക്തമാക്കി. കോർപ്പറേറ്റുകൾക്ക് പുറമെ സൈനിക ആവശ്യത്തിനും ജെറ്റ് ഉപയോഗിക്കാനാകും. മഹാരാഷ്ട്രയിലെ പ്ലാന്റ് ഭാവിയിൽ ഫാൽക്കൺ 6X, ഫാൽക്കൺ 8X ജെറ്റുകൾ നിർമ്മിക്കാനാവും വിധമാണ് സജ്ജമാക്കുന്നത്. 2017ലാണ് റിലയൻസ് ഇൻഫ്രയും ഡാസോയും ചേർന്ന് DRAL സംയുക്ത സംരംഭം സ്ഥാപിച്ചത്. ഇതിനകം 100ലേറെ ഫാൽക്കൺ 2000ന്റെ ഘടകങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സമ്പൂർണ്ണമായി ഫാൽക്കൺ 2000 ബിസിനസ് ജെറ്റ് നിർമ്മാണത്തിലേക്ക് കടക്കാനുള്ള ധാരണയിൽ ഇരു കമ്പനികളും ഇപ്പോഴാണെത്തിയത്. ഇതിനായുള്ള അസംബ്ലി സൗകര്യമാണ് നാഗ്പൂരിലെ പ്ലാന്റിൽ ഒരുക്കുന്നതും. പ്ലാന്റിലെ ഭാവി വിപുലീകരണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് അടുത്ത ദശാബ്ദത്തിൽ 100 കണക്കിന് എഞ്ചിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും നിയമിക്കുമെന്നും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി. വിക്ഷേപണം മാറ്റിവെക്കുന്നത് 7ാം തവണ. അതേസമയം പുതിയ വിക്ഷേപണ തീയതി നാസ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ബഹിരാകാശ ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ജൂൺ 22-ന് നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം വീണ്ടും നീട്ടി. പുതിയ തീയതി പ്രഖ്യാപിക്കാതെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 4ാമത്തെ സ്വകാര്യ വാണിജ്യ ദൗത്യമായ ആക്സിയം 4 നീട്ടിവെച്ചുകൊണ്ടുള്ള നാസയുടെ അറിയിപ്പ്. ആക്സിയം മിഷനുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണ സാധ്യതകൾ പരിശോധിച്ചു വരികയാണ്. ജൂൺ 22 ഞായറാഴ്ച നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പുതിയ വിക്ഷേപണ തീയതി പിന്നീട് നിശ്ചയിക്കും എന്നാണ് നാസയുടെ അറിയിപ്പ്. അടുത്തിടെ നടത്തിയ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. ദൗത്യസംഘത്തെ സ്വീകരിക്കാൻ നിലയം തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ നാസ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സമയം ആവശ്യമാണെന്നും നാസ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ആക്സിയം സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തോടെ നാസ നടപ്പാക്കുന്ന 4ാമത്തെ സ്വകാര്യ വാണിജ്യ ദൗത്യമാണ് ആക്സിയം 4. നാസയിലെ മുൻ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിലെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഡയറക്ടറുമായ പെഗ്ഗി വിറ്റ്സണാണ് ബഹിരാകാശ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ISRO പ്രതിനിധിയായി ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയും ദൗത്യസംഘത്തിലുണ്ട്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്ന് പേടകം വിക്ഷേപിക്കാനാണ് തീരുമാനം. ഫാൽക്കൺ 9-ലെ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകമാണ് ബഹിരാകാശ ദൗത്യത്തിന് ഉപയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെഴ്സിഡീസ് ബെൻസ് ഇന്ത്യൻ നിരത്തിലുള്ള വിവിധ മോഡലുകൾ തിരിച്ചുവിളിച്ചെന്ന് റിപ്പോർട്ട്. തീപിടുത്ത സാധ്യതയെ തുടർന്നാണ് തിരിച്ചുവിളിക്കാൻ കമ്പനി തയ്യാറായതെന്ന് റിപ്പോർട്ട്. ആഡംബര വാഹനങ്ങളിലെ അതികായകരായ മെഴ്സിഡീസ് ബെൻസ് EQS സെഡാൻ, GLC, AMG SL55, S-ക്ലാസ് മോഡലുകളാണ് തിരിച്ചുവിളിക്കുന്നത്. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ കണക്ക് പ്രകാരം ആകെ 30 യൂണിറ്റുകളെയാണ് തകരാർ ബാധിച്ചത്. ഈ വർഷം ഇത് 6ാം തവണയാണ് മെഴ്സിഡീസ് വാഹനങ്ങൾ തിരികെ വിളിക്കുന്നത്. ഈ ആഴ്ച മാത്രം ഏകദേശം 93,000 മെഴ്സിഡീസ് മോഡലുകൾ US-ൽ തിരിച്ചുവിളിച്ചെന്നാണ് റിപ്പോർട്ട്. വാഹനത്തിൽ ഫ്യൂസ് ബോക്സുകൾ ശരിയായി പുനഃക്രമീകരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ഫ്യൂസുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനങ്ങൾ തകരാറിലായേക്കാം. യാതൊരു മുന്നറിയിപ്പും കൂടാതെ വാഹനം നിന്നുപോകാനും ഇത് ഇടയാക്കും. കൂടാതെ എയർ ബാഗിനും തകരാറ് സംഭവിച്ചേക്കാം. ഇത് കൂട്ടിയിടിയുടെയും പരിക്കുകളുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു. അത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ വാഹനത്തിൽ താപസംബന്ധമായ അപകടമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോണ്ട ജനപ്രിയ കോമ്പാക്ട് സെഡാനായ ഹോണ്ട സിറ്റിയുടെ പ്രത്യേക പതിപ്പ് ഇന്ത്യയിൽ പുറത്തിറക്കുന്നു. ഹോണ്ട സിറ്റി സ്പോർട്ട് എഡിഷനാണ് കമ്പനി വിപണിയിലെത്തിക്കുന്നത്. ജാപ്പനീസ് വാഹന ബ്രാൻഡായ ഹോണ്ട കാർ തങ്ങളുടെ ജനപ്രിയ കോമ്പാക്ട് സെഡാനായ ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേക പതിപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. സ്പോർട്സ് എഡിഷൻ എന്ന പ്രത്യേക പതിപ്പാണ് കമ്പനി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോഞ്ചിന് മുന്നോടിയായി സ്പോർട്സ് എഡിഷന്റെ ചില എക്സ്ക്ലൂസീവ് ചിത്രങ്ങൾ പുറത്തുവന്നു.
ഹോണ്ട കാർസ് ഇന്ത്യ തങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിൽ സിറ്റി സെഡാന്റെ വരാനിരിക്കുന്ന പ്രത്യേക പതിപ്പിനെക്കുറിച്ചുള്ള ഒരു പുതിയ ടീസർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെഡി ഫോർ എ സ്പോർട്സിയർ ലൈഫ് എന്ന ടാഗ്ലൈൻ ഉൾക്കൊള്ളുന്ന ടീസർ വരാനിരിക്കുന്ന വേരിയന്റിനെ ഹോണ്ട സിറ്റി സ്പോർട്സ് എഡിഷൻ എന്ന് പേരിടുമെന്ന സൂചന നൽകുന്നു. വിപണിയിൽ ലഭ്യമായ മിക്ക സ്പെഷ്യൽ എഡിഷനുകളെയും പോലെ സിറ്റി സ്പോർട്സ് എഡിഷനും പ്രത്യേക സൗന്ദര്യവർദ്ധക മെച്ചപ്പെടുത്തലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഫ്രണ്ട് ഗ്രിൽ, ORVM കവറുകൾ, ബൂട്ടിലെ ഒരു ലിപ് സ്പോയിലർ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധതരം ബ്ലാക്ക് ഔട്ട് ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാം ഒരേ ഇരുണ്ട നിറത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ബോണറ്റിന്റെ അരികിൽ ഒരു കറുത്ത സ്ട്രിപ്പ് സ്റ്റൈലിംഗിന് കൂടുതൽ ഭംഗി നൽകുന്നു. കൂടാതെ സ്റ്റാൻഡേർഡ് മോഡലുകളിൽ നിന്ന് ഈ പതിപ്പിനെ വേർതിരിച്ചറിയാൻ പിന്നിൽ ഒരു സ്പോർട്സ് ബാഡ്ജ് സ്ഥാപിച്ചിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ സ്പോർട്സ് എഡിഷൻ സ്റ്റാൻഡേർഡ് പതിപ്പിനേക്കാൾ വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഇതിന് 12,38,000 രൂപ മുതൽ 15,34,000 രൂപ വരെയാണ് എക്സ് ഷോറൂം വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയുള്ള ഫോണുമായി പോക്കോ എത്തുന്നു. പോക്കോ F7 ജൂൺ 24-ന് വിപണിയിലെത്തും. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ പോക്കോ തങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോൺ പോക്കോ F7 പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്. പോക്കോ F7ന്റെ ഇന്ത്യൻ വേരിയന്റിന്റെ ബാറ്ററി ചാർജിംഗ് സവിശേഷതകൾ നേരത്തെ തന്നെ ചോർന്നിരുന്നെങ്കിലും കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ. 7550 mAhന്റെ വലിയ ബാറ്ററിയുമായാണ് പുതിയ ഫോൺ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ലൈഫുള്ള ബാറ്ററിയുള്ള ഫോൺ എന്ന പേര് നേടിക്കൊടുക്കാൻ ഇതോടെ പോക്കോ F7 സാധിക്കും. ഫ്ലിപ്കാർട്ടിൽ പോക്കോ F7ന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട പ്രൊമോ പേജ് ആരംഭിച്ചിട്ടുണ്ട്. 7550 mAh ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രൊമോ പോസ്റ്റർ. നിലവിൽ iQOO Z10, വിവോ T4 എന്നീ ഫോണുകളിലാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയുള്ളത്. 7300 mAhന്റെ ബാറ്ററിയാണ് ഇവയിൽ നൽകിയിരിക്കുന്നത്. 7550 mAhന്റെ ബാറ്ററി ആയതിനാൽ തന്നെ ഒരു സാധാരണ ഉപയോക്താവിന് ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ 3 ദിവസത്തോളം വരെ ഉപയോഗിക്കാനാകുമെന്നാണ് കമ്പനി പറയുന്നത്. പോക്കോ F7 കൂടുതൽ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് പിന്തുണ ഫോണിന് ലഭിക്കും. കൂടാതെ 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും പിന്തുണയ്ക്കും. പോക്കോ F7 സ്മാർട്ട് ഫോണിന് വില ഏകദേശം 30,000 വരുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.